ഈ മഹാസമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ ഏറ്റവും പ്രിയങ്കരനായ ഡോക്ടർ MK മുനീർ MLA, സ്വാഗതം ആശംസിച്ച ഉമ്മർ ഫൈസി മുടിക്കോട്, ഏറ്റവും ആദരണീയനും ബഹുമാന്യനുമായ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ, ഏറ്റവും പ്രിയപ്പെട്ട പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി സാഹിബ്, പ്രിയങ്കരനായ അബ്ദുൾ സമദ് സമദാനി, പ്രിയപ്പെട്ട അബ്ബാസ് അലി തങ്ങൾ, ഇന്ന് ഈ സെഷനിൽ പങ്കെടുക്കുന്ന CP സൈദലവി, ഹംസ സാഹിബ്, ബഷീർ ഫൈസി ദേശമംഗലം, ഹസീബ് വളരാട്, വേദിയിൽ സന്നിഹിതരായിട്ടുള്ള ഏറ്റവും വിശിഷ്ടരായ വ്യക്തിത്വങ്ങളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഇന്ന് ഒരിക്കൽ കൂടി ജാമിയ നൂറിയ അറേബ്യയിൽ വന്നുചേരാനും ഫാസിസം അജ്മീറിൽ എത്തുമ്പോൾ എന്ന ഈ വിഷയത്തിൽ അധികരിച്ചുകൊണ്ട് സംസാരിക്കാനും അവസരം നൽകിയതിന് ഇതിന്റെ ഭാരവാഹികളോടും പ്രത്യേകിച്ച് പാണക്കാട് സാദിഖ് അലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള എല്ലാവരോടും നന്ദി രേഖപ്പെടുത്താൻ ഈ അവസരം ഞാൻ വിനിയോഗിക്കുകയാണ്. ഞാൻ ആദ്യമായിട്ടല്ല ഇവിടെ വരുന്നത്. ഏതാണ്ട് 5 or 6 തവണ ഈ സ്ഥാപനത്തിൽ വരാനും വർത്തമാനകാല സാഹചര്യങ്ങളെ സംബന്ധിച്ച് സംസാരിക്കാനും എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ വരുമ്പോഴെല്ലാം സന്തോഷത്തിന്റെയും സ്നേഹത്തിന്റെയും ഐക്യത്തിന്റെയും സന്ദേശമാണ് ഇവിടെ നിന്ന് ഉയരുന്നത് എന്ന് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. മതേതരത്വത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും മഹത്തായ സന്ദേശം കേരളത്തിലും കേരളത്തിന് പുറത്തും എത്തിക്കാൻ കഴിയുന്ന ഒരു മഹത്തായ സ്ഥാപനമായി ഇത് വളർന്നു വരുന്നു എന്നതിൽ ഏറ്റവും വലിയ സന്തോഷമുള്ള ഒരാളാണ്. ഇവിടെ മഹാന്മാരായ നിരവധി വ്യക്തികൾ ഇവിടെ വന്ന് കേരള രാഷ്ട്രീയത്തിലെയും ദേശീയ രാഷ്ട്രീയത്തിലെയും ഉന്നതരായ വ്യക്തികൾ ഇവിടെ വന്ന് സമ്മേളനങ്ങളിൽ പങ്കെടുക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ഒന്നാണ്. ഇവിടെ നടക്കുന്ന ചർച്ചകൾ കേരള സമൂഹം വളരെ ഗൗരവത്തോടെ സ്വീകരിക്കുകയും നാടിന്റെ പുരോഗതിക്കും വളർച്ചയ്ക്കും വേണ്ടി അത് വിനിയോഗിക്കുകയും ചെയ്യുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
അപ്പോൾ ഇവിടെ വരുന്ന ഓരോ സന്ദർഭങ്ങളും സന്തോഷവും ആഹ്ലാദവും നൽകുന്ന വേളകളാണ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈ വർഷം 523 പേർക്ക് ഫൈസി ബിരുദം നൽകി. അവരെല്ലാം സമൂഹത്തിലേക്ക് മതപഠനത്തിനും മത പ്രചരണത്തിനും വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയാണ്. അപ്പൊ വിശിഷ്ടരായ വ്യക്തികളെ സംഭാവന ചെയ്യുന്ന വിശിഷ്ടമായ ഒരു സ്ഥാപനമായി ഞാനിതിനെ കാണുകയാണ്. നമ്മുടെ രാജ്യത്ത് ഇന്ന് മതസൗഹാർദ്ദത്തിന് വെല്ലുവിളി ഉയരുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. ഇന്ന് അറബി മാസം റജബ് 4 റംലാൻ മാസത്തോളം പുണ്യം നിറഞ്ഞ മാസമായിട്ടാണ് ഇത് കേട്ടിട്ടുള്ളത്. നമ്മുടെ വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ആമുഖമായി ഞാനൊരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഉത്തരം നമുക്കെല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് മറുപടിയും ഞാൻ തന്നെ പറയുന്നതാണ്. 4 ദിവസങ്ങൾക്ക് മുമ്പ് വിട പറഞ്ഞ 2024 എന്ന വർഷം നമുക്ക് ഇന്ത്യൻ ജനതയ്ക്ക് നൽകിയ ഏറ്റവും വലിയ പ്രതീക്ഷ എന്തായിരുന്നു? ഇതാണ് എന്റെ ചോദ്യം. ഉത്തരം ഞാൻ തന്നെ പറയാം. ഇന്ത്യ എന്ന ആശയത്തിന് വേണ്ടി വിയോജിപ്പുകൾക്കിടയിലും യോജിക്കാൻ കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്ത് ഫാസിസത്തെ തുരത്താൻ കഴിയും എന്നുള്ളതാണ് 2024 നൽകിയ പ്രതീക്ഷ. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 400-ലധികം സീറ്റുകൾ നേടുമെന്നും ആ സീറ്റുകൾ നേടിയാൽ ഇന്ത്യൻ ഭരണഘടന തന്നെ മാറ്റുമെന്നും വീമ്പിളക്കിയ ആളുകൾക്ക് കടുത്ത നിരാശ നൽകിക്കൊണ്ടാണ് പാർലമെന്റ് തെരഞ്ഞെടുപ്പിന്റെ വിജയം ഉണ്ടായത്. ഭരിക്കാനുള്ള ഭൂരിപക്ഷം പോലും ലഭിക്കാതെ 2 ഊന്നുവടികളുടെ സഹായത്തോടെ കേന്ദ്രത്തിൽ ഭരിക്കാനുള്ള സാഹചര്യമുണ്ടായത് ഇന്ത്യയിലെ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ്. ദ ഐഡിയ ഓഫ് ഇന്ത്യ, ഇന്ത്യ എന്ന ആശയം നിലനിൽക്കണമെന്ന് ആഗ്രഹിച്ച ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് തോൽവിക്ക് സമാനമായ ഒരു വിജയം ഭരിക്കുന്ന ആളുകൾക്ക് BJP ഉൾപ്പെടെയുള്ളവർക്ക് നൽകിയത് എന്നത് നമുക്ക് മറക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. 2019 2014 പോലെ അതിനേക്കാൾ കൂടുതൽ മൃഗീയമായ ഒരു വിജയം കരസ്ഥമാക്കിയാൽ അവരാഗ്രഹിച്ചത് ഇന്ത്യൻ ഭരണഘടന മാറ്റാം. കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന ഏറ്റവും സുപ്രധാനമായ ഒരു കേസ് ഉണ്ടായിരുന്നു. ഭരണഘടനാ ബെഞ്ചിന്റെ ഒരു വിധിയും ഏറ്റവും സുപ്രധാനമായ ഒന്നാണ്. ആ വിധിയിൽ പറയുന്നത്, ഭരണഘടനാ ബെഞ്ചിന്റെ വിധിയാണ്. അതിൽ പറയുന്നത്, ദ ബേസിക് സ്ട്രക്ചർ ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ കനോട്ട് ബി ആൾട്ടേർഡ്. ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളോ മൂല്യങ്ങളോ മാറ്റാൻ ആർക്ക് സാധ്യമല്ല എന്നതാണ്. ആ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി നിലനിൽക്കുമ്പോഴാണ് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ഘടകങ്ങളെ മാറ്റിയെടുക്കാൻ ശ്രമിക്കുന്നു. യൂണിഫോം സിവിൽ കോഡ് കൊണ്ടുവരാൻ ശ്രമിക്കുന്നു. ഇന്ത്യയിലെ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന നില കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ പൗരാവകാശ നിയമങ്ങൾ നടപ്പാക്കാൻ ആഗ്രഹിക്കുന്നു. ഇത്തരം നടപടികൾ തന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന സ്വഭാവങ്ങൾക്ക് വിരുദ്ധമായ നടപടികളാണ്. രാജ്യത്ത് ഇന്ന് ജനങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ടത് ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്. ഭരണഘടന ഇല്ലാതാക്കിയാൽ ഏകാധിപതികൾക്ക് അവരുടെ സ്വൈര്യവിഹാരം നടത്താൻ കഴിയും.
അവർ ജനാധിപത്യത്തെ പിച്ചു ചീന്തും, മതേതരത്വത്തെ ദുർബലമാക്കും, ഏകാധിപത്യം നടപ്പാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾക്ക് വേഗത വർദ്ധിക്കും. അതുകൊണ്ട് ഇന്ന് രാജ്യത്തെ ജനങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ത്യൻ ഭരണഘടനയെ സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ്. മഹാനായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ മറ്റംഗങ്ങളും ചേർന്നുണ്ടാക്കിയ ഈ ഭരണഘടന ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഭരണഘടനയാണ് എന്ന് വിലയിരുത്തപ്പെട്ടിട്ടുള്ള ഒന്നാണ്. എന്തിനാണ് ഈ ഭരണഘടനയെ മാറ്റേണ്ടത്? ഭരണഘടനയിൽ അമെൻമെന്റുകളാകാം, കാലോചിതമായ മാറ്റങ്ങളാകാം. പക്ഷേ അടിസ്ഥാനപരമായി ജനാധിപത്യവും മതേതരത്വവും സംരക്ഷിക്കുന്ന ഈ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കങ്ങളാണ് നമ്മുടെ രാജ്യത്ത് നടക്കുന്നത്. ഇന്ത്യയുടെ ജുഡീഷ്യറി ഇന്ന് നിഷ്പക്ഷമാകാതിരിക്കാനുള്ള എല്ലാ നടപടികളും ഭരണകൂടം, കേന്ദ്രം ഭരിക്കുന്ന ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നു. ജുഡീഷ്യറിയിൽ ആണ് നമുക്കെല്ലാവർക്കും വിശ്വാസം ഉണ്ടാകേണ്ടത്. ഒരു പൗരന്റെ അവസാനത്തെ അത്താണിയാണ് ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഇന്ന് ആ ജുഡീഷ്യറിയിൽ പോലും ജനങ്ങൾക്ക് വിശ്വാസമില്ലാത്ത നിലയിൽ കാര്യങ്ങൾ പുരോഗമിക്കുന്നു എന്നത് ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ന് പറയുന്നത് രാജ്യത്തെ ജനങ്ങൾക്ക് ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കാനുള്ള ഒരു സ്ഥാപനമാണ്. ഇറ്റ് ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇന്ന് ആ ഭരണഘടന പരമായി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിഷ്പക്ഷമായി പ്രവർത്തിക്കുന്നില്ല എന്ന പരാതികൾ രാജ്യത്ത് ഉയർന്നു വരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 3-4 സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് ഒരുമിച്ച് നടത്തുന്ന പിൻകാല അനുഭവങ്ങളെ വിസ്മരിച്ചുകൊണ്ട് ഭരിക്കുന്ന പാർട്ടിക്ക് സമയം നീട്ടിക്കൊടുത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. ഈ കഴിഞ്ഞ ജമ്മു കാശ്മീരിലും ജാർഖണ്ഡിലും ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഒരുമിച്ച് തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞ തവണ നടന്നത്. ഇത്തവണ അതിൽ നിന്ന് മഹാരാഷ്ട്രയെ മാറ്റി നിർത്തി മഹാരാഷ്ട്രയും ജാർഖണ്ഡിനെയും മാറ്റി നിർത്തി മറ്റ് 3 സ്ഥലത്ത് ഇലക്ഷൻ, മറ്റ് 2 സ്ഥലത്തും ഇലക്ഷൻ നടത്തി. ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് ഇന്ന് വിശ്വാസമില്ല. ലോകത്ത് ബാലറ്റ് പേപ്പറിലൂടെ ആണ് എല്ലായിടത്തും തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 6 രാജ്യങ്ങളിൽ ഒഴിച്ച് ബാക്കി എല്ലായിടത്തും ബാലറ്റ് പേപ്പറിലാണ്. ഇന്ത്യയിലെ ജനങ്ങൾ ഇന്ന് ആഗ്രഹിക്കുന്നത് ബാലറ്റ് പേപ്പറിലൂടെ തെരഞ്ഞെടുപ്പ് നടക്കണമെന്നാണ്. കേരളത്തിൽ ചെയ്യില്ല, തമിഴ്നാട്ടിൽ ചെയ്യില്ല. സെലക്റ്റീവായിട്ടുള്ള സംസ്ഥാനങ്ങളിലാണ് ഇത്തരം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട കൃത്രിമങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ജമ്മു കാശ്മീരിൽ ചെയ്തില്ല, ഹരിയാനയിൽ ചെയ്തു. ജാർഖണ്ഡിൽ ചെയ്തില്ല, മഹാരാഷ്ട്രയിൽ ചെയ്യുന്നു. സെലക്റ്റീവായി അവർക്ക് വേണ്ട സ്ഥലങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉപയോഗിച്ചുകൊണ്ടുള്ള കൃത്രിമങ്ങൾ നടക്കുന്നു. EVM-നെ പറ്റി ആളുകളുടെ സംശയങ്ങൾ ഉയരുന്നു. നമ്മുടെ രാജ്യത്ത് പാർലമെന്റ് എന്നത് ഭരണഘടനാ സ്ഥാപനമാണ്. ഇന്ന് ഭരണഘടനാ സ്ഥാപനമായ പാർലമെന്റിന്റെ ഡിഗ്നിറ്റി പോലും തകർക്കാനുള്ള നീക്കം നടക്കുന്നു. പാർലമെന്റ് പ്രവർത്തിക്കാതിരിക്കുന്നത് ഭരണകക്ഷിയുടെ പ്രവർത്തനം മൂലമാകുന്നത് ആദ്യത്തെ സംഭവമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇന്ത്യൻ ഭരണഘടനയെ തകർക്കാനുള്ള നീക്കം നടത്തുന്നു, ഭരണഘടനാ സ്ഥാപനങ്ങളെ തകർക്കുന്നു, ജനാധിപത്യത്തെ ദുർബലപ്പെടുത്തുന്നു, മതേതരത്വത്തെ ദുർബലപ്പെടുത്തുന്നു എന്നുള്ളതാണ് ഇന്ന് ഇന്ത്യയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. മതേതരത്വം കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മൾ കാത്തു സൂക്ഷിക്കേണ്ട ഒന്നാണ്. നാനാജാതി മതസ്ഥരും വിവിധങ്ങളായ വിശ്വാസങ്ങളും ആചാരങ്ങളും നടപടിക്രമങ്ങളുമുള്ള രാജ്യമാണ് ഭാരതം. ഈ ഭാരതത്തിൽ എല്ലാ മതങ്ങളെയും ഒരുപോലെ കാണാൻ നമുക്ക് ബാധ്യതയുണ്ട്, ഉത്തരവാദിത്തമുണ്ട്. സർവധർമ്മ സമഭാവ്, അതാണ് ഇന്ത്യയുടെ അടിസ്ഥാനപരമായ
ആപ്തവാക്യം, എല്ലാ മതങ്ങളെയും തുല്യമായ പരിഗണന കാണിക്കുന്ന, എല്ലാ മതങ്ങൾക്കും തുല്യമായ അവസരം കൊടുക്കുന്ന ഒരു സംവിധാനം ഈ രാജ്യത്ത് കാലാകാലങ്ങളായി നിലവിലുണ്ട്. ഈ രാജ്യത്ത് ഒരിക്കലും ഒരു മതരാഷ്ട്രമായി ഇന്ത്യയെ മാറ്റാൻ ആരും ശ്രമിച്ചിട്ടില്ല. നമ്മൾ ഓർക്കണം, നൂറ്റാണ്ടുകൾ ഇവിടെ മുഗൾ രാജാക്കന്മാർ ഭരിച്ചു. അവർ ഇസ്ലാം മത വിശ്വാസികളായിരുന്നു. അവരാരും ഭാരതത്തെ ഒരു ഇസ്ലാം മത രാജ്യമാക്കി മാറ്റിയില്ല. അന്യമതസ്ഥർക്ക് ബഹുമാനം കൊടുത്തും അന്യമത സ്ഥാപനങ്ങളെ വിശ്വാസത്തിലെടുത്തും ആണ് മുഗൾ രാജാക്കന്മാർ രാജ്യത്ത് ഭരിച്ചത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനി 100 വർഷത്തിലേറെ ഇന്ത്യ ഭരിച്ചു. ക്രൈസ്തവ വിശ്വാസികളായിരുന്നു അവർ. അവരാരും ഇന്ത്യയെ ഒരു ക്രൈസ്തവ രാജ്യമാക്കി മാറ്റാൻ ശ്രമിച്ചില്ല. എല്ലാ മതങ്ങളെയും സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ വികാരങ്ങളെയും വിചാരങ്ങളെയും ഉൾക്കൊള്ളുകയും ചെയ്തതായിരുന്നു അന്നത്തെ ഭരണകൂടം. ഇന്നത്തെ ഭരണകൂടത്തിന് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമാക്കി മാറ്റാൻ കഴിയുമോ? നമ്മുടെ രാജ്യത്തിന്റെ ചരിത്രം പരിശോധിക്കുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം, ഈ ഭാരതത്തിന്റെ മണ്ണ് അതിന് യോജിച്ച മണ്ണല്ല എന്ന്. വിവിധ മതങ്ങൾ, ആചാരങ്ങൾ, അനുഷ്ഠാനങ്ങൾ, ഭക്ഷണ രീതികൾ, വേഷവിധാനങ്ങൾ, ഇതെല്ലാം നമ്മുടെ രാജ്യത്തിന്റെ പ്രത്യേകതകളാണ്. ആ പരസ്പര ബഹുമാനമാണ് നമ്മുടെ രാജ്യത്തെ നിലനിർത്തുന്നത്. ഇന്ന് ഇവിടെ ശ്രീ ബഹുമാനായ എന്റെ സുഹൃത്ത് മുനീർ ഇവിടെ പറഞ്ഞു, ബാബറി മസ്ജിദ് തകർത്ത കാര്യം ഇന്ത്യ ചരിത്രത്തിലെ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവമായിരുന്നു. ഉണ്ടാകാൻ പാടില്ലാത്തൊരു സംഭവമായിരുന്നു. അതിന്റെ കനൽ കേരളത്തിൽ വീശാതിരുന്നതും അതിന്റെ പേരിൽ അക്രമങ്ങൾ നടക്കാതിരുന്നതും മഹാനായ പാണക്കാട് ശിഹാബ് തങ്ങളുടെ മഹനീയമായ നേതൃത്വം കേരളത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്നെല്ലാവർക്കും അറിയാം. സംഘർഷങ്ങളുടെ പാതയല്ല വേണ്ടത്, സമന്വയത്തിന്റെ പാതയാണ് എന്ന് മഹാനായ പാണക്കാട് സയ്യിദ് ശിഹാബ് തങ്ങൾ സ്വീകരിച്ച നിലപാട് കൊണ്ടായിരുന്നു അതുണ്ടായത്. ഇന്നിപ്പോൾ രാജ്യത്ത് വളർന്നു വരുന്ന സംഘർഷങ്ങൾ എത്ര തെറ്റായുള്ളതാണ്. ഓരോ ആരാധനാലയങ്ങളും കുഴിച്ചു നോക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ആരാധനാലയങ്ങളിലും തങ്ങൾക്ക് അവകാശമുണ്ടെന്നുള്ള വാദങ്ങൾ ഉന്നയിക്കുന്നു. ബാബറി മസ്ജിദ് കഴിഞ്ഞപ്പോൾ മധുര ഉണ്ടാകുന്നു, മധുര കഴിഞ്ഞപ്പോൾ ഗ്യാൻവ്യാപി മസ്ജിദ് ഉണ്ടാകുന്നു, അത് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അജ്മീറിൽ എത്തി നിൽക്കുന്നു. ഇത് നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ ഒന്നിപ്പിക്കാനാണോ അതോ ഭിന്നിപ്പിക്കാനാണോ? ആരാധനാലയങ്ങൾ എന്ന് പറയുന്നത് ദൈവത്തിന്റെ വസതിയാണെന്നാണ് നമ്മൾ കണക്കാക്കപ്പെടുന്നത്. എന്തിനാണ് ഈ സംഘർഷങ്ങൾ ഉണ്ടാക്കുന്നത്? 1991 സെപ്റ്റംബറിൽ ഇന്ത്യൻ പാർലമെന്റ് ഒരു നിയമം പാസാക്കിയിട്ടുണ്ട്. An act to prohibit conversion of any place of worship and to provide for the maintenance of the religious character of any place of worship as it existed on the 15th day of August 1947 and for matters connected therewith or incidental thereto. 1947 ഓഗസ്റ്റ് 15-ാം തീയതി ഓരോ ആരാധനാലയങ്ങൾ എങ്ങനെ നിലനിന്നോ അതേപോലെ നിലനിൽക്കാൻ ഇന്ത്യൻ പാർലമെന്റ് പാസാക്കിയ സുപ്രധാനമായ നിയമത്തിൽ പറയുന്നു. കോൺഗ്രസ് ഗവൺമെന്റ് പാസാക്കിയ നിയമമാണ്. രാജ്യത്ത് സംഘർഷങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എടുത്ത പാർലമെന്റ് പാസാക്കിയ നിയമമാണിത്. ഈ നിയമം നിലനിൽക്കുമ്പോഴാണ് ഓരോ സ്ഥലത്തും അനാവശ്യമായ പ്രതിസന്ധികൾ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നത്. ഞാൻ കാശി വിശ്വനാഥ ക്ഷേത്രത്തിൽ പോയിട്ടുള്ള ആളാണ്, അവിടെ ആരാധന നടത്തിയിട്ടുള്ള ആളാണ്. അതിന്റെ തൊട്ടടുത്താണ് ഗ്യാൻവാബി മസ്ജിദ്. ഞാൻ അവിടെയും പോയ ആളാണ്. അവിടെ വെള്ളിയാഴ്ചകളിൽ 100 കണക്കിന് ആളുകൾ വന്ന് അവിടെ പ്രാർത്ഥിക്കുന്നു. ഇപ്പുറത്ത് എല്ലാ ദിവസവും ആളുകൾ പ്രാർത്ഥിക്കുന്നു. ഒരു സംഘർഷവുമില്ലാതെ ആളുകൾ രണ്ടിടത്തും പോയിട്ടുള്ളൂ. ഞാൻ രണ്ടിടത്തും പോയ ഒരാളാണ്. ഒരു പ്രശ്നവുമില്ലാതെ ഇരിക്കുന്ന സ്ഥലമാണിത്. അനാവശ്യമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്നത് ആരുടെ താല്പര്യം സംരക്ഷിക്കാനാണ്? അധികാരത്തിന്റെ സിംഹാസനങ്ങൾ കരസ്ഥമാക്കാൻ വർഗീയത ആളിക്കത്തിച്ച് ജനങ്ങളെ തമ്മിൽ അടുപ്പിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമാണ്.
ഇത് വിശ്വാസത്തിന്റെ ഭാഗമൊന്നുമല്ല. ഇത് ഹിന്ദുമതം ഒരിക്കലും ഒരു മതത്തെ ഇകഴ്ത്തി കാണിക്കാൻ പറയുന്നില്ല. ഇസ്ലാം മതം മറ്റൊരു മതത്തെയും ഇകഴ്ത്തി കാണിക്കാൻ പറയുന്നില്ല. എല്ലാ മതങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് എല്ലാ മതങ്ങളും പറയുന്നത്. ഒരു മതവിശ്വാസിയെയും ദ്വേഷിക്കണമെന്ന് മറ്റൊരു മതവിശ്വാസി പറയുന്നില്ല. ഇന്ന് രാഷ്ട്രീയ അധികാരം നേടിയെടുക്കാൻ വേണ്ടി വർഗീയത ആളിക്കത്തിക്കാനും ഭരണ തകർച്ച നേരിടുമ്പോൾ അത് മറയ്ക്കാൻ വേണ്ടി ഇത്തരം പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിക്കുകയും ചെയ്യുന്നത് രാജ്യത്തിന്റെ വിശാല താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ്. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ചെയ്യുന്നവർ രാജ്യത്തെ സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് പറയേണ്ടി വരും. അങ്ങനെ ചെയ്യുന്നവർ രാജ്യത്തിന്റെ മഹത്തായ താല്പര്യങ്ങളെ ഹനിക്കുന്നവരാണെന്ന് എനിക്ക് പറയേണ്ടി വരും. പാർലമെന്റ് പാസാക്കിയ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാ ആരാധനാലയങ്ങളെയും നിലനിർത്താനുള്ള ബാധ്യത ഇന്ത്യ ഗവൺമെന്റിനുണ്ട്. കോടതികളിലേക്ക് അനാവശ്യമായ പ്രശ്നങ്ങൾ വലിച്ചിഴച്ച് ആ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ജനങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാനുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ട് ഇപ്പൊ അജ്മീറിലേക്ക് വരുന്നു. അജ്മീർ നമുക്കെല്ലാവർക്കും അറിയാം, മതേതരത്വത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കേന്ദ്രമാണ്. ഞാൻ അവിടെ പോയിട്ടുണ്ട്. ആ അജ്മീർ ഖാജ എല്ലാ വിശ്വാസികൾക്കും ആശ്വാസം നൽകുന്ന ഒരു കേന്ദ്രമാണ്. പാകിസ്ഥാന്റെ പ്രസിഡന്റ് ആയിരുന്ന പർവേസ് മുഷറഫ് ഇന്ത്യ സന്ദർശിച്ചപ്പോൾ അദ്ദേഹത്തെ അജ്മീറിൽ കൊണ്ടുപോയില്ല. അദ്ദേഹം തിരിച്ച് പാകിസ്ഥാനിൽ പോയപ്പോൾ അവിടുത്തെ ആളുകൾ ചോദിച്ചു, എന്തുകൊണ്ട് അദ്ദേഹത്തെ അവിടെ കൊണ്ടുപോയില്ല? സാധാരണ വിദേശ തലവന്മാർ വരുമ്പോൾ ഏറ്റവും പോയി പ്രാർത്ഥിക്കുകയും അവിടെ സന്ദർശിക്കുകയും ചെയ്യുന്ന സ്ഥലമാണ് അജ്മീർ ഖാജ. അവിടെ കൊണ്ടുപോകാതെ എന്തുകൊണ്ട് കൊണ്ടുപോയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് രസകരമായൊരു മറുപടിയാണ്. ഖാജ അനുവദിച്ചില്ല പർവേസ് മുഷറഫിനെ, അതുകൊണ്ടാണ് അവിടെ കൊണ്ടുപോകാഞ്ഞത് എന്നാണ്. അവിടെ ഏറ്റവും പരിശുദ്ധമായി കാണുന്ന അജ്മീർ, ഞാൻ നിരവധി തവണ പോയിട്ടുള്ളതാണ്. ഞാനവിടെ പുഷ്പം അർപ്പിച്ചിട്ടുള്ള ഒരാളാണ്. അവിടെ പോകുന്നവർ എല്ലാ മതവിശ്വാസത്തിലും പെട്ടവരാണ്. അവിടെ എന്തിനാണ് പ്രശ്നമുണ്ടാക്കുന്നത്? ഇല്ലാത്ത പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കി ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ എന്തിനു ശ്രമിക്കണം? നമ്മുടെ രാജ്യത്തുണ്ടാകേണ്ടത് പരസ്പര വിശ്വാസവും ഐക്യവുമാണ്. ആ ഐക്യം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് ഇന്ന് രാജ്യത്ത് ഏറ്റവും അനിവാര്യമായിട്ടുള്ളത്. ആ ഐക്യത്തിന് നേരെ ഉയരുന്ന ഓരോ ശബ്ദവും രാജ്യത്തിന്റെയും ജനങ്ങളെയും തമ്മിൽ ഭിന്നിപ്പിക്കാനും പരസ്പരമുള്ള വിശ്വാസങ്ങളെ തകർക്കാനും വേണ്ടിയിട്ടുള്ള ഒന്നാണ്. അതുകൊണ്ട് തന്നെ അത്തരം നടപടികളിൽ നിന്ന് നമ്മൾ എല്ലാവരും പിന്മാറണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. BJPയുടെ രാഷ്ട്രീയം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണ്. RSSന്റെ താല്പര്യം ജനങ്ങളെ ഭിന്നിപ്പിക്കാനുള്ളതാണ്. ആ രാഷ്ട്രീയം ജനങ്ങൾക്ക് ഗുണകരമല്ല. ഹിന്ദുവാണെങ്കിലും മുസൽമാനാണെങ്കിലും ക്രൈസ്തവനാണെങ്കിലും ജൈനനാണെങ്കിലും ബൗദ്ധനാണെങ്കിലും ഒരമ്മ പെറ്റ മക്കളെ പോലെ കഴിയേണ്ട ഈ ഭാരതത്തിന്റെ മണ്ണിൽ അനാവശ്യമായ വിവാദങ്ങൾ ഉണ്ടാക്കി ആരാധനാലയങ്ങളുടെ പേരിൽ തമ്മിലടിപ്പിക്കാനുള്ള നീക്കങ്ങൾ ആരുടെ താല്പര്യത്തിന് വേണ്ടിയാണ് എന്ന് എല്ലാ മതസ്ഥരും ചിന്തിക്കണം. ഹിന്ദുമതത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് യാതൊരു പ്രസക്തിയുമില്ല. ലോക സമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന് മുഴുവൻ സുഖം പകരാനാണ് ഹിന്ദുമതം പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റു മതങ്ങളും അത് തന്നെയാണ് പഠിപ്പിക്കുന്നത്. ആ മതങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്നേഹത്തിന്റെ സന്ദേശം ഉൾക്കൊള്ളാൻ കഴിയാത്ത ആളുകൾ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി മാത്രം ഇത്തരം നടപടികൾ കൈക്കൊള്ളുന്നത് ഭാരതത്തിന് ഗുണകരമല്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. അല്ലാഹു അമ്മ തൻ സലാം, ദൈവമേ നീയാണ് സമാധാനം. അത് ഇസ്ലാം മതവിശ്വാസികൾ മാത്രം പറയുന്നതാണോ? എല്ലാ മതവിശ്വാസികളും പറയുന്നതല്ലേ നീയാണ് സമാധാനം, ഭഗവാനെ ദൈവമേ നീയാണ് സമാധാനം. അത് ഇസ്ലാം മതത്തിൽ പറഞ്ഞാലും ഹിന്ദു മതത്തിൽ പറഞ്ഞാലും ക്രൈസ്തവ മതത്തിൽ പറഞ്ഞാലും എല്ലാം ഒന്നു തന്നെയല്ലേ? അപ്പോൾ മനുഷ്യന്റെ സമാധാനത്തിനും സ്നേഹപൂർണമായ പ്രവർത്തനത്തിനും സമാധാനപരമായ സഹവർത്തിത്വത്തിനും വേണ്ടി ഒരുമിച്ച് പോവുക എന്നുള്ളതാണ് ഏറ്റവും ആവശ്യമായിട്ടുള്ളത്. അതുകൊണ്ട്
നമ്മളെല്ലാവരും സംശയമില്ലാതെ ഒറ്റക്കെട്ടായി ഫാസിസത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സ്വീകരിക്കണം. ലോകത്തെവിടെല്ലാം ഫാസിസം ഉണ്ടായിട്ടുണ്ടോ ആ ഫാസിസത്തിനെതിരെ ജനങ്ങളുടെ ശക്തി ഉയർന്നു വന്നിട്ടുണ്ട്. ഇന്ന് കാലം കറങ്ങി തിരിഞ്ഞു വരികയാണ്. ഇന്ത്യ എന്ന ആശയത്തിന്റെ കടക്കൽ കോടാലി വെക്കാൻ ശ്രമിക്കുന്നവരെ അവരെ നിയന്ത്രിക്കാൻ കഴിയത്തക്ക നിലയിൽ ഇന്ത്യൻ ജനാധിപത്യ ശക്തമാണെന്ന് നമ്മൾ തെളിയിച്ചുകൊണ്ടിരിക്കുന്നു. ആ മുന്നേറ്റങ്ങൾക്ക് നമുക്ക് നേതൃത്വം കൊടുക്കാൻ കഴിയണം. ഫാസിസ്റ്റ് ശക്തികൾക്കും ഫാസിസ്റ്റ് ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്തവർ കാലത്തിന്റെ ചവറ്റുകുട്ടയിലേക്ക് വലിച്ചെറിഞ്ഞ സംഭവങ്ങൾ ലോകത്തെല്ലായിടത്തും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത്തരം നിലപാടുകൾക്കെതിരെ ഒരുമിച്ച് പോരാടാൻ നമുക്ക് സാധിക്കണം. എല്ലാവരും ഒരുമിച്ച് പോകുന്ന ഒരവസ്ഥാവിശേഷത്തെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. ഈ ജാമിയ നൂരിയ എന്ന മഹത്തായ സ്ഥാപനത്തിൽ നിന്ന് ഫൈസി ബിരുദം നേടിയവരും അല്ലാത്തവരുമായ പണ്ഡിതന്മാരുള്ളപ്പോൾ ഖുർആൻ ഉദ്ധരിക്കാനൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. നമ്മളെല്ലാവരും അതുകൊണ്ട് തന്നെ ഖുർആൻ ഞാനും വായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ബൈബിൾ വായിച്ചിട്ടുള്ള ആളാണ്. ഞാൻ ഗീത വായിച്ചിട്ടുള്ള ആളാണ്. ഇത് മൂന്നും മനുഷ്യ സമൂഹത്തിന്റെ ഉദ്ധാരണത്തിനും ജനങ്ങളുടെ സമാധാനപരമായ ജീവിതത്തിനും വേണ്ടിയാണ് ഉറക്കെ പറയുന്നത്. അത് ഉൾക്കൊള്ളാൻ നമുക്ക് കഴിയണം. കേരളത്തിലും അത് നമുക്ക് ഉറപ്പിക്കണം. ഇന്ന് അനാവശ്യമായി കേരളത്തിലും ഇത്തരം ശക്തികൾ തലപൊക്കാൻ ശ്രമിക്കുന്നു, തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്നു, മഹത്തായ മതേതര മൂല്യങ്ങൾക്ക് നേരെ വെല്ലുവിളി ഉയർത്തുന്നു. അവിടെയാണ് പാണക്കാട് തങ്ങന്മാരുടെ ചരിത്രമുണ്ട്. അതുകൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. പാണക്കാട് തങ്ങന്മാരെന്നും മതേതരത്വത്തിനും മതസൗഹാർദ്ദത്തിനും വേണ്ടി നിലകൊണ്ടിട്ടുള്ളവരാണ്. ഇസ്ലാം മത ആചാരക്രമങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്നവരാണ് അവർ. അതേസമയം ഇതര സമുദായങ്ങളുമായി ഇതര വിശ്വാസികളുമായും നല്ല ബന്ധം സ്ഥാപിക്കുന്ന ചരിത്രമാണ് പാണക്കാട് തങ്ങന്മാർക്ക് എന്നും ഉണ്ടായിട്ടുള്ളത്. അതാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെയും പാണക്കാട് തങ്ങന്മാരുടെയും മഹനീയമായ ചരിത്രം. സയ്യിദ് ബാഫക്കി തങ്ങളുടെയും PMSA പൂക്കോയ തങ്ങളുടെയും മുഹമ്മദ് അലി ശിഹാബ് തങ്ങളുടെയും ഹൈദർലാലി തങ്ങളുടെയും പാണക്കാട് സാദിഖലി തങ്ങളും ഉയർത്തിപ്പിടിക്കുന്നത് ആ മഹത്തായ സന്ദേശമാണ്. ഈ മഹാന്മാരായ പാണക്കാട് തങ്ങന്മാരുടെ പാരമ്പര്യം ഇന്ന് സാദിഖലി ശിഹാബ് തങ്ങൾ ഉയർത്തിപ്പിടിക്കുന്നു എന്നുള്ളത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. ഇവിടെ കേരളത്തിൽ സംഘർഷങ്ങൾ ഉണ്ടാവുന്നിടത്ത് നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം ഐക്യത്തിൻ്റെതാണ്, യോജിപ്പിൻ്റെതാണ്. ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ അവിടെ സമാധാനത്തിന്റെ ദൂതുമായി പാണക്കാട് സാദിഖലി ശിഹാബ് തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും പോകുന്നുണ്ടെങ്കിൽ അത് കേരളത്തിന്റെ മതസൗഹാർദ്ദത്തിനും മതേതരത്വത്തിനും വലിയ വലിയ സംഭാവനയാണ് നിങ്ങൾ നൽകുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. തലശ്ശേരിയിൽ ചെന്ന് ബിഷപ്പിനെ കണ്ടാലും അതോടൊപ്പം തന്നെ കൊച്ചിയിൽ പോയി നിങ്ങൾ ബിഷപ്പുമാരെ സന്ദർശിക്കുന്നതും നൽകുന്ന സന്ദേശം മതേതരത്വത്തിൻ്റെതാണ്, ഐക്യത്തിൻ്റെതാണ്. അത് കേരള സമൂഹത്തിന് നൽകുന്ന റോമിൽ പോയി മാർപ്പാപ്പയെ കണ്ടപ്പോഴും അത് നിങ്ങൾ നൽകുന്ന സന്ദേശം വളരെ വലുതാണ്. അത് കേരളത്തെ ശക്തിപ്പെടുത്തുന്നു. ഞാൻ ആ ഫോട്ടോ കണ്ടപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. സാധാരണഗതിയിൽ മാർപ്പാപ്പയെ ദൂരങ്ങളിൽ നിന്നാണ് ആളുകൾക്ക് കാണാൻ കഴിയുന്നത്. ഞാൻ ഇന്ത്യൻ പാർലമെന്ററി ഡെലിഗേഷന്റെ ലീഡറായി ഒരിക്കൽ പോയപ്പോഴാണ് ജോൺ പോൾ രണ്ടാമനെ എനിക്ക് കാണാനുള്ള അവസരം ഉണ്ടായത്. ഞാൻ 4 തവണ റോമിൽ പോയിട്ടുണ്ട്. സാദിഖലി ശിഹാബ് തങ്ങൾ മാർപ്പാപ്പയുമായി കൈകൊടുത്ത് നിൽക്കുന്ന ചിത്രം കണ്ടപ്പോൾ വാസ്തവത്തിൽ എന്റെ മനസ്സ് നിറഞ്ഞു. മറ്റൊന്നുമല്ല, അതാണ് ഇന്ന് ആവശ്യം. മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളല്ല, മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദമാണ്. ആ സൗഹാർദ്ദത്തിന്റെ സന്ദേശമാണ് സാദിഖലി ശിഹാബ് തങ്ങൾ ലോകത്തെ ജനതയ്ക്ക്, ഇന്ത്യയിലെ ജനങ്ങൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് നൽകിയത്. അതാണ് ഉദാത്തമായ മാതൃക. ആ ഉദാത്തമായ മാതൃക കേരളം എന്നും ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഏത് എതിർപ്പുണ്ടെങ്കിലും ആരുടെ വിമർശനമുണ്ടെങ്കിലും മുസ്ലിം ലീഗും പാണക്കാട് തങ്ങന്മാരും അചഞ്ചലമായ നിലപാടുമായിട്ട് ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാ മതങ്ങൾക്കും സ്വീകാര്യമായ നിലപാടുകൾ സ്വീകരിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് പാണക്കാട് തങ്ങന്മാരുടെ മഹനീയമായ പാരമ്പര്യം. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. ഇസ്ലാം മതവിശ്വാസികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതോടൊപ്പം
ഇതര മതസമൂഹങ്ങളെയും ചേർത്ത് നിർത്താൻ നിങ്ങൾക്ക് കഴിയുന്നു എന്നതാണ് ബാഫയ്ക്ക് തങ്ങളുടെ കാലം മുതൽ PMASA പൂക്കോയ തങ്ങളുടെയും ശിഹാബ് തങ്ങളുടെയും പാരമ്പര്യം. ആ പാരമ്പര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നാളുകളിലും മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആശംസിക്കുന്നു. നാടിന്റെ ഐക്യം, ജനതയുടെ സൗഹാർദ്ദം, പരസ്പര വിശ്വാസം ഇതെല്ലാം ഊട്ടിയുറപ്പിച്ച് നമുക്ക് ഫാസിസത്തിനെതിരെയുള്ള പോരാട്ടം ശക്തിപ്പെടുത്താൻ കഴിയും. കേന്ദ്രം ഭരിക്കുന്ന മോഡി ആജീവനാന്തം ഇന്ത്യ ഭരിക്കില്ല. അവിടുത്തെ ഭരണകൂടം ആജീവനാന്തം ഇന്ത്യ ഭരിക്കില്ല. അവരുടെ കാലുകൾ ഇടറി തുടങ്ങി. ഇന്ത്യ എന്ന ആശയം അത് ശക്തിപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കൂട്ടായി പരിശ്രമിക്കാമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ സമ്മേളനം നിറഞ്ഞ സന്തോഷത്തോടെ ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. ജയ് ഹിന്ദ്. മതരാഷ്ട്രീയ രംഗത്തെ നിറസാന്നിധ്യങ്ങളെ കൊണ്ട് പ്രൗഢി നിറഞ്ഞ സമ്മേളനം ഫാഷിസ ഭരണകൂടത്തിന്റെ കപട രാഷ്ട്രീയ മുഖം മൂടി പിച്ചിച്ചീന്തിക്കൊണ്ട് മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ഉദ്ഘാടന കർമ്മം നിർവഹിച്ച കേരള രാഷ്ട്രീയത്തിന്റെ പ്രതീക്ഷ, പകരം വെക്കാനില്ലാത്ത രാഷ്ട്രീയ നേതാവ് സർ രമേശ് ചെന്നിത്തല MLAക്ക് അഗൈധവമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഈ വർഷത്തെ ജാമിയ സമ്മേളന ഉപഹാരം അൽ മുനീർ രമേശ് ചെന്നിത്തല